ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കിയ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA-യുമായ ജി സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28-ന് കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യീകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീം കോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12, 13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2ാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25-നാണ് നട വീണ്ടും തുറക്കുക. 26-നാണ് പ്രതിഷ്ഠാ ദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തൃശൂർ പാട്ടൂരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ 2ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. കോങ്കോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. നിലവിൽ 131 മരണങ്ങളും 513 സംശയാസ്പദമായ കേസുകളും കോങ്കോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോങ്കോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുഹമ്മദ് നസിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.